ഹലോ. അപ്പം നമ്മള് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലെ മെയിൻ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോവാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ പറയും. അതുപോലെ തന്നെ ഈ ബ്ലോക്കിൽ, ഐ മീൻ എല്ലാ ബ്ലോക്കിലും 6 ബ്ലോക്കിലും എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ടോ അത് നമ്മളൊന്ന് ഷോർട്ടാക്കി പറയാൻ പോകണം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നാളെ എക്സാം ആണല്ലോ. സോ തീരെ നോക്കാത്തവരൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ എന്തൊക്കെ പഠിക്കേണ്ടത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. സോ ആദ്യം നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം അല്ലെ. എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് ഇറ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പം അതിൽ നമുക്ക് പഠിക്കാനുള്ളത് മേജർ ഈവൻസ് കുറച്ച് പഠിക്കാനുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഈവൻസ് ഏതൊക്കെ? സയന്റിഫിക് റെവല്യൂഷൻസ് പഠിക്കാനുണ്ട്, അതായത് ശാസ്ത്രീയ വിപ്ലവം. പിന്നെ ഗ്രോത്ത് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് സയന്റിഫിക് സ്പിരിറ്റ്. ദെൻ സയന്റിഫിക് റെവല്യൂഷൻ, ഡെവലപ്മെന്റ് ഓഫ് സയന്റിഫിക് സ്പിരിറ്റ്, ദെൻ സയന്റിഫിക് റെവല്യൂഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം പ്രധാന മാറ്റങ്ങൾ എന്താണ് അല്ലെ? ഭൂമി സൂര്യനെ ചുറ്റുന്നു, മറിച്ചല്ല എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഭൂമി വൃത്താകൃതിയിലാണ്, ഇടിമിന്നൽ വൈദ്യുത ചാർജ് ഉള്ളതായിട്ട് ശാസ്ത്രീയമായി മനസ്സിലാക്കപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്? നമ്മുടെ പ്രധാന മാറ്റങ്ങളിൽ വരുന്ന സയന്റിഫിക് റെവല്യൂഷനിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇത് യൂറോപ്പിലാണ്. 1400 AD ടു 1700 AD ഇത് സംഭവിച്ചതായിട്ട് കരുതുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. സോ അത് മനസ്സിലാക്കുക. പിന്നീട് നമുക്ക് പറയാനുള്ളത് ഫ്രഞ്ച് റവല്യൂഷനെ പറ്റിയിട്ടാണ്. ഫ്രഞ്ച് റവല്യൂഷനെ പറ്റിയിട്ട് അന്ന് ദാരിദ്ര്യം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉയർന്ന നികുതി ഉണ്ടായിരുന്നു, പിന്നെ തൊഴിലില്ലായ്മയായിരുന്നു, പിന്നെ ഉയർന്ന വിഭാഗങ്ങളുടെ ആഡംബരം. ഇതൊക്കെ നമ്മൾ അതിൽ മെൻഷൻ ചെയ്യണം. പിന്നെ കാത്തോലിക് ചർച്ച് ആയിരുന്നു അതിൽ പ്രീഡോമിനന്റ് ആയിട്ട് നിന്ന്, ആ പീരീഡിൽ പ്രീഡോമിനന്റ് ആയി നിന്നത് കാത്തോലിക് ചർച്ച് ആയിരുന്നു. അതുപോലെ തന്നെ നവോത്ഥാന പ്രത്യയശാസ്ത്രങ്ങൾ വിപ്ലവത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ള പോയിന്റ് കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം. പിന്നീട് പിന്നെ നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പറ്റിയിട്ടാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പറ്റിയിട്ടും നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. നമുക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പറ്റി പറയുന്ന സമയത്ത് ഏഹ്, കുറച്ച് കാര്യങ്ങൾ അതുപോലെ പറയാനുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ അതിന്റെ കാലഘട്ടം, നിങ്ങൾ ഫ്രഞ്ച് റവല്യൂഷൻ ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാലഘട്ടം ഏതാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. നോക്കി വെക്കുക. 18 മുതൽ 19 നൂറ്റാണ്ട് വരെയായിരുന്നു ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നിരുന്നത്. 1700 ആദ്യത്തെ ഇൻഡസ്ട്രിയലൈസേഷൻ 1760 ടു 1840 കാലഘട്ടത്തിലായിരുന്നു നടന്നിരുന്നത്. അന്നായിരുന്നു സ്പിന്നിങ്, അതുപോലെ തന്നെ ജെനി സ്റ്റീം എഞ്ചിന്, പവർ ലൂം ഒക്കെ കണ്ടെത്തിയിരുന്നത്. അത് ഫോക്കസ് ചെയ്തിരുന്നത് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ അയൺ പ്രൊഡക്ഷനിലായിരുന്നു. അത് നിങ്ങൾക്ക് എഴുതാം. പിന്നെ രണ്ടാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 1870 ടു 1914 കാലഘട്ടങ്ങളിലായിരുന്നു. അന്ന് ഇതുപോലെ എന്താണ് ഇലക്ട്രിസിറ്റി, സ്റ്റീൽ, കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഇതിന്റെയൊക്കെ മാസ് പ്രൊഡക്ഷൻസ് ഉണ്ടായി. പിന്നെ ആ ഒരു കാലഘട്ടത്തിലാണ് പുതിയ ഇന്നോവേഷൻ, പുതിയ കണ്ടുപിടുത്തങ്ങളായ ടെലിഫോൺ, അതുപോലെ തന്നെ ലൈറ്റ് ബൾബ്, ഇന്റേണൽ കമ്പഷൻ എഞ്ചിന്, അതുപോലെ തന്നെ അസംബ്ലി ലൈൻ, ഇതൊക്കെ കണ്ടുപിടിച്ചത് രണ്ടാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലഘട്ടത്തിലാണ്. സോ അതും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുക. പിന്നെ നമുക്ക് പറയാനുള്ളത് ആ പാഠത്തിൽ എൻലൈറ്റ്മെന്റ് എന്താണെന്നാണ് അല്ലെ. എൻലൈറ്റ്മെന്റ് എല്ലാവർക്കും അറിയാ എന്ന് വിചാരിക്കുന്നു. എന്താണ് എൻലൈറ്റ്മെന്റ്, ഓർക്കുന്നുണ്ടോ? നോട്ട് കണ്ടവരാണെങ്കിൽ അത് ഓർക്കുന്നു വിചാരിക്കുന്നു അല്ലെ. ജ്ഞാനോദയം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. പാരമ്പര്യത്തെക്കാൾ യുക്തിക്കും ബുദ്ധിക്കും ആണ് പ്രാധാന്യം എന്ന് ആണ് ആ ഒരു ഇതിൽ പറയപ്പെടുന്നത്. അതായത് ഹൈലൈറ്റ് ആൻഡ് റീസൺ ആൻഡ് ഇന്റലക്ട് ഓവർ ട്രഡീഷൻ, പാരമ്പര്യത്തെക്കാൾ യുക്തിയും ബുദ്ധിയും ഉയർത്തിക്കാട്ടുന്നു. അതായിരുന്നു എൻലൈറ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ യുക്തിസഹമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലും ശാസ്ത്രീയ ധാരണയിലും അന്ന് പുരോഗതി ഉണ്ടായിരുന്നു. ആ കാലത്തുണ്ടായിരുന്ന മേജർ ആയിട്ടുള്ള പ്രധാനപ്പെട്ട തത്വചിന്തകരായിരുന്നു റെനി ഡെസ്കാർട്ടസ്, അതുപോലെ തന്നെ ജോൺ ലോക്കി, ഗോദെ, ദെൻ ഇമ്മാനുവൽ കാന്റ്. ഇനി നമുക്ക് പറയാനുള്ളത് എൻലൈറ്റ്മെന്റ്. പിന്നെ നിങ്ങൾക്ക് പറയുന്ന കൂടെ തന്നെ ആ കാലഘട്ടത്തിലെ സോഷ്യോളജിസ്റ്റിനെ പറ്റി പറയട്ടോ. തോമസ് ഹോബസ്, ജോൺ ലോക്കി, ജീൻ ജാക്കസ് റൂസെ, അതുപോലെ ചാൾസ് മോണ്ടസ്ക്യൂ. ഇതൊക്കെ നിങ്ങൾക്ക് എൻലൈറ്റ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ അന്നത്തെ സോഷ്യോളജിസ്റ്റിനെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി പറയാവുന്നതാണ് കേട്ടോ. ദെൻ റൂസോ പറഞ്ഞ കാര്യങ്ങൾ, റൂസോ സൊസൈറ്റിനെ പറ്റി പറഞ്ഞത് ഓർക്കുന്നതായിരിക്കും. അതായത് വ്യക്തികൾ തമ്മിലുള്ള കരാർ ഒരു സമൂഹത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു എന്ന് റൂസോ പറഞ്ഞത് നിങ്ങൾക്ക് അതിന്റെ കൂടെ മാർക്ക് ചെയ്തിട്ട് എഴുതാവുന്നതാണ്.
ഇനി അതുപോലെ തന്നെ റീനസെൻസ് വരുന്നുണ്ട് അല്ലെ. റീനസെൻസ് പുനർജന്മം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. റീബർത്ത്. റീബർത്ത് മീനിങ് റീബർത്ത് എന്ന് നമ്മൾ പറയും അല്ലെ. ദെൻ ഇവിടെയാണ് എന്താ അറിവിന്റെയും ആശയങ്ങളുടെയും പുനർജന്മം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ റിനൈസൻസ് പീരീഡിനാണ് 1400 AD മുതൽ 17ാം നൂറ്റാണ്ട് വരെയാണ് ഇതിന്റെ ഒരു കാലഘട്ടം പറയുന്നത്. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയാ സംഭവിച്ചു എഴുതി വെക്കുക. കലാകാരന്മാരും അതുപോലെ തന്നെ പണ്ഡിതരും യൂറോപ്പിലേക്ക് പലായനം ചെയ്തിരുന്നു. അതുപോലെ തന്നെ പല പഴയ പുസ്തകങ്ങളും എഴുത്തുകളും ഉപയോഗിച്ച് പഠനം നടത്തിയ ഒരു കാലഘട്ടമായിരുന്നു കേട്ടോ അത്. ഇനി നമുക്ക് പറയാനുള്ള ഇന്റലക്ച്വൽ ഫോഴ്സസ് അന്ന് എന്തായിരുന്നു? റാഷണലിസം, യുക്തിവാദം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മതപരമോ വൈകാരികമോ ആയ വിശദീകരണങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. അത് എഴുതുക. പിന്നെ എംപിരിസം, എന്താണ് അനുഭവവാദം എന്ന് എഴുതുക. ദെൻ ഐഡിയലിസം, ആദർശവാദം, അത് എഴുതുക. പിന്നെ കോംറ്റെ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. ഇനി കോംറ്റയും അതുപോലെ തന്നെ സോഷ്യോളജിന്റെ ഡെവലപ്മെന്റ് പ്രകാരമായിരുന്നു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ പോസ്റ്റ് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായിരുന്നു, അതായത് ഫ്രഞ്ച് വിപ്ലവാനന്തര കാലഘട്ടം, അതെങ്ങനെയായിരുന്നു എന്ന് എഴുതുക. അതുപോലെ തന്നെ എന്താണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചിന്തകൾ അന്ന് നിലവിലുണ്ടായിരുന്നു, അത് അതിൽ ഉൾപ്പെടുത്തണം. പിന്നെ സമൂഹത്തിന്റെ പുരോഗതിയുടെ നിയമം രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്, അത് അതിൽ ഉൾപ്പെടുത്തുക. പിന്നെ സമൂഹത്തിന്റെ 3 ഘട്ടങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻറ്റ് 3 സ്റ്റേജസ് ഓഫ് സൊസൈറ്റി. ഏതൊക്കെ? തിയോളജിക്കൽ സ്റ്റേജ്, മെറ്റാഫിസിക്കൽ സ്റ്റേജ്, ദെൻ പോസിറ്റീവ് സ്റ്റേജ്. തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാം ദൈവത്തിലേക്ക് ചേർക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന ആ ഘട്ടം. മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യപ്രവണതകളെയും പ്രതിഫലനമായി കണക്കാക്കപ്പെടുന്നു. പോസിറ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയ സമീപനവും അറിവും പ്രധാനമാവുന്ന ഘട്ടം. അപ്പൊ ഈ ഘട്ടങ്ങൾ പഠിക്കാം. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഈ റീക്യാപ്പ് പോയിന്റ്സ്, ഇത് എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക ട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് രണ്ടാമത്തെ യൂണിറ്റ് അല്ലേ. രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് കൃത്യമായിട്ട് എന്താ പഠിക്കാനുള്ളത് ഞാൻ പറയാം. ഒന്ന് ശ്രദ്ധിക്കുക. സോഷ്യോളജിയുടെ നിർവചനങ്ങൾ കുറച്ച് പറയുന്നുണ്ട്. അതായത് അഗസ്റ്റ്യ കോംറ്റെ നൽകിയ നിർവചനം അങ്ങനെ ആയിരുന്നു. എന്തായിരുന്നു? സാമൂഹ്യ പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള പഠനം ആണ് സോഷ്യോളജി എന്ന് അഗസ്റ്റ്യ കോംറ്റെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പല സോഷ്യോളജിസ്റ്റും പല നിർവചനവും തന്നിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ സോഷ്യോളജിയുടെ നേച്ചർ എന്താണ്, നേച്ചർ ഓഫ് സോഷ്യോളജി എന്താന്ന് പഠിക്കാം. എന്താണ്? ഒന്ന് സ്വതന്ത്ര ശാസ്ത്രമാണ്, അതുപോലെ തന്നെ അത് പ്യുവർ സയൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ അനുവാദിഷ്ട ആയിട്ടുള്ള ഒരു ശാസ്ത്രമാണ്, യുക്തിയധിഷ്ഠിതമാണ്, അതുപോലെ തന്നെ ഒരു പൊതുശാസ്ത്രമാണ്, സാമാന്യവൽക്കരണം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ അമൂർത്തമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് കേട്ടോ. പിന്നെ അതിന്റെ സ്കോപ്പ് എന്താണ്? സ്കോപ്പ് എന്ന് നമ്മൾ എഴുതുക. അതിൽ ആ ഒരു സ്കോപ്പ്, സോഷ്യോളജിന്റെ സ്കോപ്പിൽ അതിനെ വീണ്ടും 2 വ്യത്യസ്ത കാഴ്ചപ്പാടുകളാക്കി നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. എന്താണ്? ഫോർമലിസ്റ്റിക് ഓർ സ്പെഷ്യലിസ്റ്റിക് സ്കൂളും പിന്നെ സിന്തറ്റിക് സ്കൂളും. അതെന്താന്ന് കൃത്യമായിട്ട് എഴുതുക. അതിന്റെ ഡെഫിനിഷൻ ഞാൻ നിങ്ങൾക്ക് വേർതിരിച്ച് തന്നെ നോട്ട് തന്നിട്ടുണ്ട്, അത് എഴുതുക. പിന്നെ നമുക്ക് സോഷ്യോളജിയും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ സയൻസസുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ സോഷ്യോളജി മറ്റ് സാമൂഹ്യശാസ്ത്രമായിട്ടുള്ള ബന്ധങ്ങളാണ് പറയുന്നത്. അതുപോലെ അതിൽ ഏതൊക്കെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റാ പറയുന്നത് വെച്ചാൽ പൊളിറ്റിക്കൽ സയൻസ് പറയുന്നുണ്ട്, ഹിസ്റ്ററി ചരിത്രം പറയുന്നുണ്ട്, എക്കണോമിക്സ് പറയുന്നുണ്ട്, മനഃശാസ്ത്രം പറയുന്നുണ്ട്, സൈക്കോളജി പറയുന്നുണ്ട്, ദെൻ ആന്ത്രോപോളജി നരവംശാസ്ത്രം പറയുന്നുണ്ട്. സോ അവ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒരു ടേബിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ അതും കൂടി നിങ്ങൾ നോട്ട് നോക്കി കണ്ടെത്തി പഠിക്കുക കേട്ടോ. പിന്നെ ഇനി നമുക്ക് പറയാനുള്ളത് 3ാമത്തെ ചാപ്റ്റർ ആണ് അല്ലെ. എന്താണ്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ എന്താണ്? ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അഥവാ സാമൂഹിക സങ്കല്പം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് ആരാന്ന് കൃത്യമായിട്ട് എഴുതാം. ആരായിരുന്നു? അമേരിക്കൻ സോഷ്യോളജിസ്റ്റായ റൈറ്റ് മിൽസ് ആണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിന്റെയും സാമൂഹികമായ സാഹചര്യങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് സോഷ്യോളജിയെ പറ്റി പറയാം. ദെൻ സാമൂഹ്യ സങ്കല്പത്തിന്റെ അടിസ്ഥാനം എന്തൊക്കെയെന്ന് നിങ്ങൾ എഴുതണം. സാമൂഹ്യ സങ്കല്പത്തിന്റെ അടിസ്ഥാനം എന്തൊക്കെയെന്ന് എഴുതണം. അതായത് ഒറിജിൻ ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്തൊക്കെയായിരുന്നു? റൈറ്റ് മിൽസ് 1959 രചിച്ച അദ്ദേഹത്തിന്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകമാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. പിന്നെ അതുപോലെ തന്നെ മാക്സ് വെബർ എന്താണ് പറഞ്ഞത്? സാമൂഹികമായ പ്രവർത്തനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുന്ന ആവശ്യകത അദ്ദേഹം എന്തായിരുന്നു എടുത്തു പറഞ്ഞു. പിന്നെ ആന്റണി ഗിഡൻസ് എന്താ പറഞ്ഞത്? ഇത് കൃത്യമായിട്ട് എഴുതി വെക്കുക. പിന്നെ റൈറ്റ് മിൽസ് മുന്നോട്ട് വെച്ച ആശയത്തിൽ 2 പ്രധാന സങ്കല്പങ്ങളാണുള്ളതെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് ബയോഗ്രഫി, 2 ചരിത്രമാണ്. പിന്നെ സോഷ്യോളജിക്കൽ ഇമാജിനേഷന്റെ ഉദാഹരണങ്ങൾ കൊടുത്തിരുന്നു.
അതെന്താന്ന് എഴുതാം. അത് എന്താന്ന് ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങൾ നോക്കുക. പിന്നെ കോമൺ സെൻസ് എന്താന്ന് കൃത്യമായിട്ട് പറയുന്നത്. കോമൺ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമയത്തും എന്താ പറയാ, ശാസ്ത്രീയമായ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ആളുകൾ കൊണ്ട് നടക്കുന്ന തെറ്റായ ധാരണകളാണ് എന്ത്, കോമൺ സെൻസ് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും തെറ്റാവാനും തെറ്റായ ചിന്തകളിലേക്ക് നയിക്കാനും സാധ്യത ഉണ്ട് കേട്ടോ. സോ അതും കൂടി നിങ്ങൾ ആ ഒരു പാഠത്തിൽ എഴുതി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആക്കി മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞാൽ ഈ റീക്യാപ്പ് പോയിന്റ്സ് അത് കൃത്യമായിട്ട് പഠിക്കുക. അത് ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ഈ റീക്യാപ്പ് പോയിന്റ്സ് നിങ്ങൾ കവർ ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ് ഒരു പാഠത്തിന്റെ ഏകദേശം സമ്മറി ആയി. കാരണം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. ഇനി ബ്ലോക്ക് 2 ആണല്ലേ. ബ്ലോക്ക് 2-ലെ ആദ്യത്തെ യൂണിറ്റ് അല്ലെ, സമൂഹം, സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പൊ സമൂഹം എന്താണെന്ന് ആദ്യം അതിന്റെ ഡെഫിനിഷൻ പഠിക്കുക, നിങ്ങൾ എഴുതുക. സമൂഹം വേണമെങ്കിൽ എന്താണ് അത്, സോഷ്യസ് എന്നുള്ള ലാറ്റിൻ പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടതെന്ന് എഴുതാം. പിന്നെ സമൂഹം എന്താണ് കുറെ വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹണ്ടർ ഗേദർ സൊസൈറ്റീസ്, നൊമാഡിക് സൊസൈറ്റീസ്, അതുപോലെ തന്നെ അഗ്രേറിയൻ സൊസൈറ്റീസ് അതായത് കൃഷി അധിഷ്ഠിത സമൂഹങ്ങൾ, പിന്നെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വ്യാവസായിക സമൂഹങ്ങൾ, ദെൻ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സമൂഹങ്ങൾ, പിന്നെ തുറന്ന് അത് ഐ മീൻ ഓപ്പൺ ആൻഡ് ക്ലോസ് സൊസൈറ്റീസ് ഉണ്ട്, പിന്നെ കൾച്ചറൽ ബേസ്ഡ് സൊസൈറ്റീസ് ഉണ്ട്, മോഡേൺ ആൻഡ് ട്രഡീഷണൽ സൊസൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇത് എല്ലാം നിങ്ങൾ ഇതൊക്കെ സൊസൈറ്റിന്റെ തരങ്ങൾ അത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ എന്താണ് സൊസൈറ്റിന്റെ സവിശേഷതകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതുക. സമൂഹം വ്യക്തികളുടെ കൂട്ടായ്മയാണ്. അതുപോലെ തന്നെ പൊതുവായ സംസ്കാരവും ചട്ടക്കളവും ഉണ്ടാവും. പിന്നെ നിരന്തരമായ മാറ്റത്തിനുള്ള വിധേയമാണ്. സുഹൃത്തും ബന്ധങ്ങളും ഉണ്ടാവും. സമൂഹം സ്വയം പര്യാപ്തമാണ്. വിദ്യാഭ്യാസവും പരമ്പരാഗതമായിട്ടുള്ള പാഠങ്ങളും അതിൽ ഉൾക്കൊള്ളിട്ടുണ്ടാവും. അങ്ങനെ ഇത്തരം സവിശേഷതകൾ എന്തൊക്കെയുള്ളത് അതും കൃത്യമായിട്ട് എഴുതുക. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഓരോ ഡെഫിനിഷൻസ് എഴുതുന്ന സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിളും കൂടി നിങ്ങൾക്ക് എഴുതാം. പിന്നെ നമ്മളെ കമ്മ്യൂണിറ്റി എന്താന്ന് പറയുന്നുണ്ട്, ആ കമ്മ്യൂണിറ്റിയെ പറ്റി ഉൾപ്പെടുത്തി എഴുതുക. പിന്നെ 3 മേജർ ടൈപ്സ് ഓഫ് കമ്മ്യൂണിറ്റി, 3 മേജർ ടൈപ്സ് ആയിട്ടാണ് നമ്മൾ തരംതിരിച്ച് വെച്ചത്. അതിൽ ഒന്നാമത്തെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓൺ പ്ലേസ്, സ്ഥലപരമായിട്ടുള്ള കമ്മ്യൂണിറ്റികൾ. ദെൻ ഐഡന്റിറ്റി ബേസ്ഡ് കമ്മ്യൂണിറ്റീസ് അല്ലെ, പരിചയ പരിചയ സംബന്ധിയായിട്ടുള്ള കമ്മ്യൂണിറ്റികൾ. പിന്നെ ലാസ്റ്റത്തത് അറിയാലോ, ഓർഗനൈസേഷണലി ഐഡന്റിഫൈഡ് കമ്മ്യൂണിറ്റീസ് അതായത് സംഘടനാപരമായിട്ടുള്ള കമ്മ്യൂണിറ്റികൾ. അപ്പൊ ഈ 3 ടൈപ്സ് ഓഫ് കമ്മ്യൂണിറ്റികൾ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഇതിന്റെ പ്രത്യേകതകൾ എന്താ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി എന്താണെന്ന് പഠിക്കുക. അത് ഭൗമശാസ്ത്രപരമായിട്ടുള്ള പരിമിതി ഉണ്ടാവും. പിന്നെ കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾസ് ഉണ്ടായിരിക്കും. ദെൻ സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ദെൻ കൾച്ചറൽ സിമിലാരിറ്റി ഉണ്ടായിരിക്കും. സെൻസ് ഓഫ് പെർമനൻസ് ആൻഡ് കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. സ്വയം പര്യാപ്തത ആയിരിക്കും. പിന്നെ കമ്മ്യൂണിറ്റി ബോധം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്ഥിരമായിട്ടുള്ള പരിണാമം ഉണ്ടായിരിക്കും. പിന്നെ പരസ്പര ആശ്രിതത്വം കൂടി ഉണ്ടാവും. ഇതൊക്കെ കമ്മ്യൂണിറ്റിയുടെ സവിശേഷതകളാണ് കേട്ടോ. പിന്നെ കമ്മ്യൂണിറ്റിയും സമൂഹത്തെയും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസങ്ങൾ, അതായത് കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും എന്താണ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി എന്നുള്ള ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് കൃത്യമായിട്ട് പഠിച്ചേക്കുക. ഞാൻ ഓർക്കുക, നിങ്ങൾക്ക് നോട്ട് എടുത്ത് നോക്കിയാൽ മതി. അത് ഒരു ടേബിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. പിന്നീട് നമുക്ക് പറയാനുള്ള അസോസിയേഷൻ എന്താണെന്നാണ്. അസോസിയേഷൻ എന്താ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ അതിന്റെ അർത്ഥവും രൂപീകരണവും പറയുന്നുണ്ട്, അതും പഠിക്കുക. പിന്നെ അസോസിയേഷന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു, സാമൂഹ്യജീവികളുടെ ഒരു കൂട്ടായ്മ ആയിരിക്കും, ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ ബീങ്സ് ആയിരിക്കും. പിന്നെ സംഘടിതമായിട്ടുള്ള പ്രവർത്തനമായിരിക്കും, ഉദ്ദേശബോധമുള്ള പ്രവർത്തനമായിരിക്കും. ഇതൊക്കെ എഴുതുക. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അസോസിയേഷന്റെ സവിശേഷതകൾ നിങ്ങൾ എഴുതുക. എന്തൊക്കെയായിരുന്നു, സംഘടിതമായിട്ടുള്ള ഘടന ആയിരിക്കും, പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാവും, സ്വയം നിർബന്ധിത അംഗത്വമായിരിക്കും, നിയമപരമായിട്ടുള്ള അടിസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും, ഒരു സ്പെസിഫിക് പേർപ്പസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പെർമനന്റോ ടെമ്പററിയോ ആയിരിക്കാം അസോസിയേഷൻ. ദെൻ മ്യൂച്വൽ കോപ്പറേഷൻ ഉണ്ടായിരിക്കും. ദെൻ കൺട്രോൾ ഓവർ മെമ്പേഴ്സ് ഉണ്ട്, അതായത് അംഗങ്ങളുടെ നിയന്ത്രണം ഉണ്ടായിരിക്കും. ഇതൊക്കെ എന്താണ്, ഒരു അസോസിയേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതും കൂടി എഴുതാം കേട്ടോ. ദെൻ അസോസിയേഷനും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതും അതുപോലെ എഴുതാം. നോക്കുക, ഞാൻ ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഘടന എങ്ങനെയാണ്, അതിന്റെ ഉദ്ദേശം എന്താണ്, അംഗത്വം എങ്ങനെയാണ്, പരിധി എത്രത്തോളാണ്, ആശയവിനിമയം എങ്ങനെയാണ്, അതിന്റെ ഉദാഹരണങ്ങൾ എന്താണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമുക്കിപ്പോൾ അസോസിയേഷൻ എന്താ ഉദാഹരണങ്ങൾ വരിക, ട്രേഡ് യൂണിയനുകൾ, വിദ്യാർത്ഥി സംഘടനകൾ, ബിസിനസ് അസോസിയേഷൻ. ഇതൊക്കെ എന്താണ്, അസോസിയേഷൻ എക്സാമ്പിൾ ആണ്. കമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആ കുടുംബം, ഗ്രാമം, ഭാഷാ സംഘങ്ങൾ, മതസമൂഹങ്ങൾ. ഇതൊക്കെ എന്താണ്,
കമ്മ്യൂണിറ്റിന്റെ എക്സാമ്പിൾ ആണ്. സോ കമ്മ്യൂണിറ്റിയും അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ്, കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ, അത് പഠിക്കുക. ഒരു ഓർഗനൈസേഷന്റെ നേച്ചർ എന്താന്ന് പഠിക്കുക. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഗനൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് പഠിക്കുക കേട്ടോ. ഓർഗനൈസേഷന്റെ നേച്ചർ എന്താന്ന് അറിയാലോ. ഒരു 2-3 ഞാൻ പറയാം. ലക്ഷ്യബന്ധിതമായിട്ടുള്ള ഘടന ആയിരിക്കും, അതായത് ഗോൾ ഓറിയന്റഡ് സ്ട്രക്ചർ ആയിരിക്കും. പിന്നെ അത് ഒരിക്കലും എന്താണ് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള സൃഷ്ടി ആയിരിക്കില്ല. പിന്നെ സമ്പത്തുകളുടെ ഒരു ഏകീകരണം കൂടി അതിലുണ്ടായിരിക്കും. ഇനി ഓർഗനൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പരസ്പര ആശ്രയത്വമുള്ളതായിരിക്കും. ദെൻ ഒരു മേധാവിത്വം ഉണ്ടായിരിക്കും, അത് അതിൻ്റെ ഒരു ഘടകമാണ്. അതുപോലെ നിയന്ത്രിതമായിട്ടുള്ള പ്രവർത്തനമായിരിക്കും. ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കും തമ്മിൽ തമ്മിൽ. ഇത്തരം കാര്യങ്ങളും കൂടി നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 2 ആണല്ലേ. ഇനി അപ്പം അതിൽ നമ്മൾ റോൾ ആൻഡ് സ്റ്റാറ്റസ് എന്താണെന്നാണ് പറയുന്നത്. സാമൂഹിക റോൾ, സോഷ്യൽ റോൾ എന്താണെന്നുള്ള ഡെഫിനിഷൻ പഠിക്കുക. അതിൽ ഒരുപാട് ആളുകളുടെ നിർവചനങ്ങൾ പറയാം. സാമൂഹിക റോളുകളെ കുറിച്ചിട്ട് ഒരുപാട് സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെ വീക്ഷണം അല്ലെങ്കിൽ എന്താണ് അവരുടെ പെർസ്പെക്റ്റീവ് അവർ പറയുന്നുണ്ട്. ലൺബർഗിന്റെ ഡെഫിനിഷന്, അതുപോലെ യങ് ആൻഡ് മാക്സിന്റെ ഡെഫിനിഷൻസ്, മോറിസ് ഗിൻസ്ബർഗിന്റെ ഡെഫിനിഷൻസ്, ഇതൊക്കെ എഴുതാം. പിന്നെ സോഷ്യൽ റോളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് എഴുതുക. അത് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റങ്ങളാണ് ഈ സോഷ്യൽ റോൾസ് എന്ന് പറയുന്നത്. പിന്നെ ചലനാത്മകമായിട്ടുള്ള സ്വഭാവം ഉണ്ടായിരിക്കും. ചുമതലകളും പ്രത്യേക അവകാശങ്ങളും ഉണ്ടായിരിക്കും. ഇത് എഴുതുക. പിന്നെ അതിന്റെ നേച്ചർ എന്താ, സോഷ്യൽ റോൾസിന്റെ നേച്ചർ എന്താണ്. എല്ലാവർക്കും റോൾ ഉണ്ടാവും. പിന്നെ സോഷ്യൽ റോളുകൾ എന്താണ്, വെൽ ഓർഗനൈസ്ഡ് ബിഹേവിയർ ആയിരിക്കും. പിന്നെ ഒരു വ്യക്തിക്ക് ഒന്നിലധികം റോളുകൾ ഉണ്ടായിരിക്കാം. പിന്നെ ചില റോളുകൾ ഒരു വ്യക്തിക്ക് മാത്രം ഉള്ളതായിരിക്കാം. പിന്നെ നിർവചിക്കപ്പെട്ട റോളുകൾ ജീവിതത്തെ എന്താണ് മോർ പ്രഡിക്റ്റബിൾ ആക്കുന്നുണ്ട്. പിന്നെ റോൾസ് ഹെൽപ്പ് ബിൽഡ് എ വെൽ ഓർഡേർഡ് സൊസൈറ്റി, അതിന് സഹായിക്കുന്നു. പിന്നെ തൊഴിൽ വിഭജനം ഉണ്ടായിരിക്കാം, സന്നദ്ധ റോളുകൾ ഉണ്ടായിരിക്കാം, അനിയന്ത്രിതമായിട്ടുള്ള റോളുകൾ ഉണ്ടായിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാട്ടോ. സാമൂഹിക റോളുകളുടെ സ്വഭാവം ചോദിക്കുന്ന, ഐ മീൻ നേച്ചർ ചോദിക്കുന്ന സമയത്ത് അതും കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. പിന്നെ നമുക്കതിൽ പറയാനുള്ളത് റോൾ കോൺഫ്ലിക്റ്റ്, റോൾ സ്ട്രെയിനും എന്താന്ന് കേട്ടോ. അതായത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എന്താ വൈരുദ്ധ്യമോ അല്ലെങ്കിൽ അമിതമോ ആയതിനാൽ നമ്മൾ പലപ്പോഴും ആശയക്കുഴപ്പവും സമ്മർദ്ദവും നേരിടുന്നുണ്ട് അല്ലെ. നേരിടുന്ന വേഷങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ റോൾ കോൺഫ്ലിക്റ്റും റോൾ സ്ട്രെയിനും നമുക്ക് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ് റോൾ കോൺഫ്ലിക്റ്റ് അഥവാ റോൾ വൈരുദ്ധ്യം എന്താന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക അല്ലെ. അതിന്റെ ഉദാഹരണം എഴുതുക. പിന്നെ റോൾ സ്ട്രെയിൻ എന്താന്ന് എഴുതുക, അതിന്റെ ഉദാഹരണം പഠിച്ചു വെക്കുക. പിന്നെ റോൾ കൺഫ്യൂഷൻ എന്താണ്, റോൾ ആശയക്കുഴപ്പത്തിന്റെ ഇമ്പാക്ട്, റോൾ കൺഫ്യൂഷന്റെ ഇമ്പാക്ട് എന്താണെന്ന് നിങ്ങൾ എഴുതി വെക്കട്ടോ. പിന്നെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, അതായത് സാമൂഹിക പദവി എന്താന്ന് പഠിക്കുക. സ്റ്റാറ്റസിന്റെ അർത്ഥം പഠിക്കുക. പിന്നെ ഡെഫിനിഷൻസ് ഓഫ് സ്റ്റാറ്റസ് ഞാൻ പറഞ്ഞു, അത് പഠിക്കുക. അതിൽ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് ഒരുപാട് സോഷ്യോളജി നമുക്ക് നിർവചനം തന്നിട്ടുണ്ട്. ഓക്ബൺ ആൻഡ് ഇൻകോഫ് പറഞ്ഞിട്ടുണ്ട്, HD മജുംദാർ പറഞ്ഞിട്ടുണ്ട്, ഡങ്കൻ മിച്ചൽ പറഞ്ഞിട്ടുണ്ട്, ലൺബർഗ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ നേച്ചർ പഠിക്കുക. പിന്നെ സ്റ്റാറ്റസ്, നോംസ് കൺട്രോൾ സ്റ്റാറ്റസ് പഠിക്കുക, അത് പഠിക്കുക. പിന്നെ അച്ചീവ്ഡ് സ്റ്റാറ്റസ് അതുപോലെ തന്നെ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്താന്ന് പഠിക്കുക. അപ്പം അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അസ്ക്രൈബ്ഡ്, അതായത് പാരമ്പര്യ സ്ഥാനവും നേടിയ സ്ഥാനവും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അതൊരു ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 3 ആണല്ലേ. അതിൽ സാമൂഹിക സോഷ്യൽ സിസ്റ്റം, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ഫംഗ്ഷൻ എന്താണെന്നാണല്ലേ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഒരു സാമൂഹിക വ്യവസ്ഥയുടെ ആശയവും സോഷ്യോളജി അതിന്റെ സ്ഥാനവും ആണ് നമ്മൾ ഈ പാഠത്തിൽ പറയാൻ പോവുക. അതുപോലെ തന്നെ ഡാർവിനും ഓർഗാനിക് അനലോഗിയും ഉണ്ട്, അതെന്താന്ന് പഠിച്ചു വെക്കുക. പിന്നെ സ്പെൻസറുടെ താരതമ്യം പഠിക്കുക. പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും പഠിക്കുക. പിന്നെ
പിന്നെ ആ ചാപ്റ്ററിൽ നമുക്ക് പിന്നെ പഠിക്കാനുള്ള സാമൂഹ്യ വ്യവസ്ഥിതി വിശദീകരിച്ച സോഷ്യോളജിസ്റ്റ്, അതുപോലെ തന്നെ സോഷ്യൽ സിസ്റ്റം എന്താണ് നിങ്ങൾ പഠിക്കുക. പിന്നെ സാമൂഹിക വ്യവസ്ഥയുടെ നിർവചനങ്ങൾ പറയുന്നുണ്ട് അല്ലെ. സാമൂഹിക വ്യവസ്ഥയുടെ നിർവചനം W.F. ഓക്ബണും പറയുന്നുണ്ട്, അതുപോലെ ഡെങ്കൻ മിച്ചലും പറയുന്നുണ്ട്. അത് നിങ്ങൾ പഠിക്കുക. പിന്നെ സാമൂഹിക വ്യവസ്ഥയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സാമൂഹിക വ്യവസ്ഥയുടെ സവിശേഷതകളും കൂടി നിങ്ങൾ പഠിക്കുക. അതിന്റെ ഒരു സവിശേഷത ഞാൻ പറയാം, ഒന്നിലധികം വ്യക്തികൾ ഉള്ളതായിരിക്കാം. അതുപോലെ തന്നെ എന്താണ് പരസ്പരാശ്രിത സ്വഭാവം ഉള്ളതായിരിക്കാം. പിന്നെ എന്താണ് സ്റ്റാൻഡേർഡ് സോഷ്യൽ ഇന്ററാക്ഷനുകൾ ഉണ്ടായിരിക്കാം, അതും കൂടി നിങ്ങൾ പഠിക്കാം. പിന്നെ പങ്കിട്ട മൂല്യങ്ങൾ ഉണ്ടായിരിക്കാം, പൊതുവായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇതൊക്കെ അതിന്റെ സവിശേഷതകളാണ്. പിന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ടാൽക്കോട്ട് പേഴ്സന്റെ എജൈൽ മാതൃക, എജൈൽ പാരാഡിഗം. അത് ഒന്ന് കൃത്യമായിട്ട് പഠിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അദ്ദേഹത്തിന്റെ അജൈൽ മാതൃക എന്താണ് പറയുന്നത്, എന്താണ് വിശദീകരിക്കുന്നത് പറയാം. അതിന്റെ അജൈൽ പാരാഡിഗത്തിന്റെ 4 ഘടകങ്ങളായിട്ടാണ് പറഞ്ഞത്. ഒന്ന് അഡാപ്റ്റേഷൻ, പിന്നെ ലക്ഷ്യപ്രാപ്തി, സംയോജനം, ലാറ്റൻസി. ഇതെന്താണെന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ സാമൂഹിക ഘടനയും സാമൂഹിക പ്രവർത്തനവും പറയുന്നുണ്ട്. എന്താണ് സാമൂഹിക ഘടന, എന്താണ് സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്നുണ്ട്. പിന്നെ സാമൂഹിക സ്ഥാപനങ്ങൾ എന്തൊക്കെയാന്ന് പറയുന്നത്. കുടുംബം, മതം ഇതൊക്കെയാണ് എന്ത് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. സാമൂഹിക ഘടനയുടെ പങ്ക് എന്താന്ന് പറയുന്നുണ്ട്, അത് എഴുതി വെക്കുക. പിന്നെ സാമൂഹിക ഘടനയുടെ അർത്ഥം, സോഷ്യോളജിയിൽ സാമൂഹിക ഘടന എന്നത് ആളുകൾ ഇടപഴകുന്ന സ്ഥാപനങ്ങളുടെ സംഘടിതപരമായിട്ടുള്ള ക്രമീകരണത്തെയാണ് സോഷ്യോളജിയിൽ സാമൂഹിക ഘടന എന്ന് പറയുന്നത്. അത് എഴുതി വെക്കുക. പിന്നെ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് 2 ചിന്തകരെ പറഞ്ഞിട്ടുണ്ട്, സ്പെൻസറും ടർക്കൈമും. അവർ രണ്ടും പറഞ്ഞത് എഴുതി വെക്കുക. പിന്നെ സാമൂഹിക ഘടനയുടെ നിർവചനങ്ങൾ A.R. റാഡ്ക്ലിഫും അതുപോലെ തന്നെ മോറിസ് ഗിൻസ്ബർഗും പറഞ്ഞിട്ടുണ്ട് പറ്റിയിട്ടുള്ള 2 നിർവചനങ്ങൾ, അത് എഴുതി വെക്കുക. പിന്നെ സാമൂഹിക ഘടനയുടെ ഘടകങ്ങൾ എന്തൊക്കെയാന്ന് എഴുതുക. H.M. ജോൺസൺ സാമൂഹിക ഘടന, H.M. ജോൺസൺ എന്ന സോഷ്യോളജിസ്റ്റ് സാമൂഹിക ഘടനയെ രൂപപ്പെടുത്തുന്നത് പ്രധാന ഘടകങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാന്ന് എഴുതി വെക്കുക. ഉപഗ്രൂപ്പുകൾ, വേഷങ്ങൾ, മാനദണ്ഡങ്ങൾ, റെഗുലേറ്റീവ് മാനദണ്ഡങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങൾ, ഇതൊക്കെ എഴുതി വെക്കുക. അത് പഠിച്ചു വെക്കുക. പിന്നെ സാമൂഹിക പ്രവർത്തനം എന്താണെന്ന് എഴുതുക. പിന്നെ സാമൂഹിക പ്രവർത്തനത്തിന്റെ പങ്ക് എന്താന്ന് പഠിച്ചു വെക്കുക. സാമൂഹിക പ്രവർത്തനത്തെ കുറിച്ചിട്ടുള്ള പ്രശസ്ത ചിന്തകർ ആരായിരുന്നു എന്ന് എഴുതുക. എമിൽ ഡുർക്കയും ടാൽക്കോട്ട് പാർസൺസും ആയിരുന്നു. പിന്നെ റോബർട്ട് കെമർട്ടൺ ഉണ്ട്. പിന്നെ സാമൂഹിക പ്രവർത്തനത്തെ പറ്റിയിട്ട് നിർവചനങ്ങൾ വന്നിട്ടുണ്ട്. റോബർട്ട് കെമർട്ടൺ പറഞ്ഞത്, എമിലി ഡർക്കയും പറഞ്ഞത്, A.R. റാഡ്ക്ലിഫ് ബ്രൗൺ പറഞ്ഞത്. പിന്നെ ഫങ്ഷണൽ വീക്ഷണത്തിന്റെ പരിണാമം എന്താന്ന് എഴുതുക. പിന്നെ ഓക്കെ, അത്രയൊക്കെയാണ് ആ പാഠത്തിൽ വരുന്നത് കേട്ടോ. ഇനി ബ്ലോക്ക് 3-ലെ 1-ാമത്തെ യൂണിറ്റ് അല്ലെ, എന്തായിരുന്നു? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ. സാമൂഹിക സ്ഥാപനങ്ങൾ അതെന്താണെന്ന് പഠിച്ചു വെക്കുക. സാമൂഹിക സ്ഥാപനങ്ങൾ എന്താണെന്ന് പഠിക്കാം. പിന്നെ അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രധാനപ്പെട്ട സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രാക്ടീസുകളായിരിക്കും അതിന്റെ ഒരു സവിശേഷതയാണ്. പിന്നെ യൂണിവേഴ്സൽ ആൻഡ് സോഷ്യൽ ആയിരിക്കാം. പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ് ആയിരിക്കാം. കൺട്രോൾഡ് മെക്കാനിസംസ് ആയിരിക്കാം കേട്ടോ. അതൊക്കെ അതിൽ എഴുതി വെക്കുക. പിന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു അല്ലെ, കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു ഏതൊക്കെയാണ്. കുടുംബം, വിദ്യാഭ്യാസം, മതം, സാമ്പത്തികം, രാഷ്ട്രീയ വ്യവസ്ഥകള്, ഇതൊക്കെ പ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനങ്ങളാണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താന്ന് എഴുതി വെക്കുക, അത് പഠിച്ചു വെക്കുക. അപ്പൊ അത്രയ്ക്ക് ഈ പാഠത്തിൽ വരുന്നുള്ളൂ. ഇത് വളരെ ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ. പിന്നെ മാരേജ്, ഫാമിലി ആൻഡ് കിൻഷിപ്പ്. മാരേജും ഫാമിലിയും കിൻഷിപ്പും എന്താണ് നമ്മൾ എന്താണ് വിവാഹം എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. രണ്ടുപേർക്ക് ഔദ്യോഗികമായിട്ട് ഒത്തുചേരാനുള്ള ഒരു പ്രത്യേക ബന്ധം രൂപപ്പെടുത്താനുള്ള ഒരു മാർഗമാണ് വിവാഹം എന്ന് നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അത് എഴുതി വെക്കുക. പിന്നെ മാരേജിനെ പറ്റിയിട്ട് എന്താണ് വ്യത്യസ്തപരമായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്. പഴയ രീതിയിലുള്ള ആശയങ്ങളുണ്ട്, അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള വീക്ഷണങ്ങളുണ്ട്. അത് നിങ്ങളോട് ചോദിക്കാം. അല്ലെങ്കിൽ മാരേജിനെ പറ്റി നിങ്ങൾക്ക് എഴുതാനാണ് വന്നതെങ്കിൽ പഴയ മാരേജിനെ പറ്റിയിട്ടുള്ള പഴയ രീതിയിലുള്ള ആശയങ്ങൾ എന്തായിരുന്നു, പിന്നെ ആധുനിക വീക്ഷണങ്ങൾ എന്തായിരുന്നു നിങ്ങൾക്ക് എഴുതാം. പിന്നെ മാരേജിനെ പറ്റിയിട്ട് കുറച്ച് ഡെഫിനിഷൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അത് പഠിച്ചു വെക്കുക.
പിന്നെ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മാരേജിൽ വരുന്നത് നമുക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യങ്ങൾ നിറവേറ്റുക, പരസ്പരാവകാശങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും, പിന്നെ ലൈംഗിക ബന്ധങ്ങൾ നിയന്ത്രിക്കുന്നതിനാണ്, പിന്നെ കുടുംബം ആരംഭിക്കുന്നതിനാണ്. ഇതൊക്കെയാണ് ഒരു മാരേജിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പോയിന്റ്സ്. അത് ഉൾപ്പെടുത്താം. പിന്നെ മാരേജ് വ്യത്യസ്ത തരത്തിലുണ്ട്. അതായത് സ്പൗസസ്, അതായത് നമ്മുടെ ഇണകളെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട്. പിന്നെ പോളിഗമി, പോളിഗമി ഇതൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ മെയ്റ്റ് സെലക്ഷനെ പറ്റി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബേസ്ഡ് ഇണയെ തിരഞ്ഞെടുക്കുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട്. എൻഡോഗമി ഉണ്ട്, എക്സോഗമി ഉണ്ട്, അത് പഠിച്ചു വെക്കുക. പിന്നെ സോഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടുണ്ട്. ഇന്റർകാസ്റ്റ് മാരേജ്, ഹൈപ്പർഗമി, ഹൈപ്പോഗമി, ഇത് എഴുതി വെക്കുക. പിന്നെ റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് എന്താന്ന് എഴുതി വെക്കുക. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിലീസ് അറിയാം. ന്യൂക്ലിയർ ഫാമിലി, ജോയിന്റ് ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി, അത് പഠിച്ചു വെക്കുക. പിന്നെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി, ഫാമിലിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഫാമിലിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, കുടുംബത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് എഴുതി വെക്കുക. പിന്നെ ടൈപ്സ് ഓഫ് ഫാമിലീസ് എഴുതി വെക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ പിന്നെ നമുക്ക് ആ പാഠത്തിൽ പറയാനുള്ളത് പിന്നെന്തായിരുന്നു? ഓക്കെ, പിന്നെ നമ്മൾ ബന്ധുത്വം അല്ലെ കിൻഷിപ്പിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതെന്താന്ന് എഴുതി വെക്കുക. പിന്നെ കുടുംബം, രക്തം, വിവാഹം അല്ലെങ്കിൽ ദത്തെടുക്കൽ എന്നിവയിലൂടെ നമ്മളെ മറ്റുള്ളവരുമായി ബന്ധിപ്പിക്കുന്ന സാമൂഹിക ബന്ധങ്ങളുടെ ഒരു വലയാണ് എന്ത്, രക്തബന്ധം എന്ന് പറയുന്നത്. അപ്പം അത് എഴുതി വെക്കുക. പിന്നെ വിവാഹ ബന്ധങ്ങൾ ഇതെന്താണ്, പിന്നെ ബന്ധുത്വത്തെ പറ്റിയിട്ട് അഥവാ കിൻഷിപ്പിനെ പറ്റിയിട്ട് സോഷ്യോളജിസ്റ്റ് പറഞ്ഞ ഡെഫിനിഷൻസ് ഉണ്ട്, അത് എഴുതി വെക്കുക. പിന്നെ ബന്ധുത്വത്തിന്റെ തരങ്ങൾ അല്ലെ, ബന്ധുത്വത്തിന്റെ തരങ്ങൾ, ടൈപ്സ് ഓഫ് കിൻഷിപ്പ് എഴുതി വെക്കുക. പ്രാഥമിക ബന്ധുക്കൾ ഉണ്ടായിരിക്കും, ദ്വിതീയ ബന്ധുക്കൾ ഉണ്ടായിരിക്കും, തൃതീയ ബന്ധുക്കൾ ഉണ്ടായിരിക്കും, അത് എഴുതി വെക്കുക. പിന്നെ ബന്ധത്തിന്റെ തരത്തെ അടിസ്ഥാനമാക്കിയിട്ട് ബന്ധത്തെ, അതായത് കിൻഷിപ്പിനെ വീണ്ടും വിഭജിച്ചിട്ടുണ്ട്, അതും പഠിച്ചു വെക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് ഈ പാഠത്തിൽ വരുന്നത്. കൂടി നോക്കാം. ഇനി ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 3-ലെ റിലീജിയൻ, എക്കണോമി ആൻഡ് പൊളിറ്റി കമ്പോണൻസ് ആൻഡ് ടൈപ്സ് അല്ലെ, എന്താണ് മതം എന്ന് പഠിച്ചു വെക്കുക. പിന്നെ കമ്പോണൻസ് ഓഫ് റിലീജിയൻ, മതത്തിന്റെ ഘടകങ്ങൾ പഠിക്കുക. കോമൺ എലിമെന്റ്സ് എന്തൊക്കെയാന്ന് പഠിക്കുക. സാക്രഡ് ആൻഡ് പ്രൊഫൈൻ, പവിത്രം അശുദ്ധം എന്താന്ന് പഠിക്കുക. പവിത്രമായത് എന്താണ്, പ്രൊഫൈൻ എന്താണെന്ന് പഠിക്കുക. മതത്തിന്റെ തരങ്ങളുണ്ട്, ഏകദൈവ വിശ്വാസം ഉണ്ട്, ബഹുദൈവ വിശ്വാസം ഉണ്ട്, ധാർമ്മിക മതങ്ങളുണ്ട്, ഇതൊക്കെ പഠിച്ചു വെക്കുക. അവിശ്വാസികളുണ്ട് കേട്ടോ, പിന്നെ ടോട്ടമീസും ഉണ്ട്. പിന്നെ എന്താണ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താന്ന് പഠിക്കുക. എക്കണോമിക് സിസ്റ്റത്തിന്റെ കീ പാർട്സ് എന്തൊക്കെയാന്ന് പഠിക്കുക. പിന്നെ ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം ഉണ്ടായിരുന്നു, അതും കൂടി പഠിക്കുക കേട്ടോ. പിന്നെ പ്രിമിറ്റീവ് ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് എക്കണോമി, പാസ്റ്ററൽ എക്കണോമി, അഗ്രികൾച്ചർ ഓർ സബ്സിസ്റ്റൻസ് എക്കണോമി, ഇത് പഠിക്കുക. പിന്നെ ഫ്യൂഡൽ എക്കണോമി, ദെൻ ഇൻഡസ്ട്രിയൽ എക്കണോമി, ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, ഇത്തരം ടൈപ്സ് ഓഫ് എക്കണോമിയും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ എന്താണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പഠിക്കുക. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു, അതും നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ഏതൊക്കെയാന്ന് നോക്കുക കേട്ടോ. സോ ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം നിങ്ങളോട് ചോദിക്കാം. അതുപോലെ തന്നെ എക്കണോമി എക്കണോമി ടൈപ്സ് അല്ലെ, എക്കണോമി ടൈപ്സ് ഏതൊക്കെയാന്ന് നിങ്ങളോട് ചോദിക്കാം കേട്ടോ. ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റംസ് ഏതൊക്കെയാന്ന് ചോദിക്കാം. സോ അതിനെ പറ്റി നിങ്ങൾ പഠിച്ചു വെക്കുക. ഓരോന്നിനും ഒരു 3 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക. പിന്നെ ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലെ, അറിയാലോ. സ്വേച്ഛാധിപത്യം, ദിവ്യാധിപത്യം, രാജവാഴ്ച, സമഗ്രാധിപത്യം, ഇതൊക്കെ എന്താണ് ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ്. അതും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ അത് പറയുന്ന സമയത്ത് അതൊക്കെ ഏത് രാജ്യത്താണ് ഉള്ളതെന്നും കൂടി നിങ്ങൾ ഒന്ന് വിപുലീകരിച്ച് എഴുതട്ടോ. ബ്ലോക്ക് 4 ആയിരുന്നു അല്ലെ. ബ്ലോക്ക് 4 ആദ്യത്തെ യൂണിറ്റ് ആയിരുന്നു. സാമൂഹിക ഗ്രൂപ്പുകൾ എന്താണ്, ഒരു ഗ്രൂപ്പിനെ സോഷ്യൽ ഗ്രൂപ്പ് ആക്കുന്നത് എന്താണെന്ന് കണ്ടെത്തി പഠിക്കുക. പിന്നെ സോഷ്യോളജിസ്റ്റിന്റെ ഡെഫിനിഷൻസ് ഉണ്ടായിരുന്നു, അത് പഠിക്കുക. ES ബൊഗാർഡ് പറഞ്ഞത്, ഹോട്ടൺ ആൻഡ് അനണ്ട് പറഞ്ഞത്, മാക്ലവർ ആൻഡ് പേജ് പറഞ്ഞത്, ഓക്ബേൺ മിൻകോഫ് പറഞ്ഞത് എഴുതി വെക്കുക. പിന്നെ സോഷ്യൽ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ സോഷ്യൽ ഗ്രൂപ്പ് ആക്കുന്ന കീ എലമെന്റ്സ് എന്തൊക്കെയെന്ന്
നമ്മൾ പഠിച്ചു വെക്കുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് സോഷ്യൽ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. പിന്നെ സോഷ്യൽ ഗ്രൂപ്പ്സിനെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് ആക്കി തരം തിരിച്ചിട്ടുണ്ട്. അവ തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്സ്. പിന്നെ അത് എഴുതുന്ന സമയത്ത് പ്രൈമറി ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ എഴുതണം, സെക്കൻഡറി ഗ്രൂപ്പ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ എഴുതണം. പിന്നെ 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 ഗ്രൂപ്പ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വീണ്ടും കുറച്ച് തരംതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വഴികൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നായിരുന്നു എന്താണ് അങ്ങനെ ഇതാക്കിയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പുകളാണ് ഇൻ ഗ്രൂപ്പുകളും ഔട്ട് ഗ്രൂപ്പുകളും. അതെന്താന്ന് പഠിക്കുക. പിന്നെ അല്ലെ തിരശ്ചീനവും ലംബവുമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, റെഫറൻസ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഇത് പഠിക്കുക. ഇതിന്റെ എക്സാമ്പിൾസും കൂടി പഠിക്കുക. പിന്നെ ഇതാരാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതും കൂടി പഠിക്കട്ടോ. ഈ സോഷ്യൽ കൺട്രോൾ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഏജൻസീസ് അല്ലെ, എന്താണ് സാമൂഹിക നിയന്ത്രണം, അതുപോലെ തന്നെ എന്തിനാണ് നമുക്ക് സോഷ്യൽ കൺട്രോൾ ആവശ്യം, എന്തിനാണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. എന്തിനാണ്? ഒരു സൊസൈറ്റിന്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ് അത് പഠിക്കുക. പിന്നെ സോഷ്യൽ കൺട്രോൾ മെയിൻലി രണ്ട് തരമാക്കി തിരിച്ചിട്ടുണ്ട്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. അത് പഠിക്കുക. പിന്നെ സോഷ്യൽ കൺട്രോളിന്റെ എക്സാമ്പിൾ നമ്മുടെ ചുറ്റുമുള്ള എക്സാമ്പിൾസ് ഞാൻ തന്നിരുന്നു, അത് പഠിക്കുക. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് എക്സ്റ്റേണൽ കൺട്രോൾ പഠിക്കുക. പിന്നെ സോഷ്യൽ കൺട്രോളിന്റെ സവിശേഷതകൾ പഠിക്കുക. പിന്നെ ഇനി നമുക്ക് പറയാനുള്ള ഏജൻസീസിനെ പറ്റിയിട്ടായിരുന്നു. ഏജൻസീസ് എന്താണ്, പ്രധാനപ്പെട്ട രണ്ട് ഏജൻസീസ് ഏതൊക്കെയാണ് അല്ലെ, ഇൻഫോർമൽ ആൻഡ് ഫോർമൽ ആണ്. ഇൻഫോർമൽ ഏജൻസീസ് സോഷ്യൽ കൺട്രോൾ എന്താണെന്ന് പഠിക്കുക. ഫോർമൽ ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്താണെന്ന് പഠിക്കുക. അവ എങ്ങനെയാണ് സോഷ്യൽ കൺട്രോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത് പഠിക്കുക. പിന്നെ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ കൺട്രോളിനെ പറ്റിയിട്ടുള്ള ഡിഫറൻസ്, അവ രണ്ടും ചോദിച്ചാൽ ഡിഫറൻസ് ഞാൻ എഴുതി തന്നിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ ഒന്ന് നോക്കണം കേട്ടോ. പിന്നെ നാലാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയിരുന്നു അല്ലെ, എന്താണ് സോഷ്യൽ കൺഫോമിറ്റി ആൻഡ് ഡീവിയൻസ് എന്താണെന്ന് പഠിക്കുക അല്ലെ. സോഷ്യൽ കൺഫോമിറ്റി എന്താണ്, എങ്ങനെയാണ് നമ്മൾ സോഷ്യലി കൺഫോം ആവുന്നത്, എങ്ങനെയാണ് എന്തെല്ലാം വഴിയിലൂടെയാണ് നമ്മൾ കൺഫോം ആവുന്നത് എന്ന് എഴുതി വെക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത് ഓക്കെ, എന്താണ് ഡീവിയൻസ് എന്ന് പഠിക്കുക. ഡീവിയൻസിന്റെ തരങ്ങൾ നമ്മൾ പറഞ്ഞില്ല, ടൈപ്സ് ഓഫ് ഡീവിയൻ ബിഹേവിയറെ പറ്റി പറഞ്ഞിരുന്നു, അതും കൂടി നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ പീപ്പിൾ ഡീവിയേറ്റ് ആവുന്നതിനെ പറ്റിയിട്ട് കുറച്ച് തിയറീസ് സോഷ്യോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അനോമി തിയറി, സ്ട്രെയിൻ തിയറി, ലേബലിംഗ് തിയറി. ഇതും കൂടി ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഈ തിയറീസും കൂടി പഠിച്ചു വെക്കുക. ആരൊക്കെയാണ് അത് നമ്മൾ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ലേബലിംഗ് തിയറി ഹോവാർഡ് ബെക്കർ ആയിരുന്നു. അതുപോലെ തന്നെ സ്ട്രെയിൻ തിയറി റോബർട്ട് മേർട്ടൺ ആയിരുന്നു. പിന്നെ അനോമി തിയറി എമിലി ഡുർക്കെയിം ആയിരുന്നു. അതും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ബ്ലോക്ക് ഫൈവില് ഒന്നാമത്തെ യൂണിറ്റ് അല്ലേ, കൾച്ചർ ലാഗ് ആൻഡ് കൾച്ചർ ഡിഫ്യൂഷൻ. എന്താണ് സംസ്കാരം എന്ന് പഠിക്കുക. എന്താണ് അറിയാലോ, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ജീവിത രീതിയാണ് നമ്മൾ സംസ്കാരം എന്ന് വിളിക്കുക. അതിൽ അവരുടെ വിശ്വാസങ്ങളും പെരുമാറ്റങ്ങളും മൂല്യങ്ങളും അവര് സൃഷ്ടിച്ചതും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ റോബർട്ട് ബേഴ്സ്റ്റഡ് എന്താണ് സംസ്കാരത്തെ പറ്റി പറഞ്ഞതെന്ന് എഴുതി വെക്കുക. പിന്നെ കമ്പോണൻസ് ഓഫ് കൾച്ചർ, സംസ്കാരത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വെക്കുക. എന്തൊക്കെയാണ്? ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും, ഭാഷ ഉണ്ടായിരിക്കും, മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും, മൂല്യങ്ങൾ ഉണ്ടായിരിക്കും, പുരാവസ്തുക്കൾ ഉണ്ടായിരിക്കും. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ, കൾച്ചറിന്റെ സവിശേഷതകൾ എന്തെന്ന് പഠിച്ചു വെക്കുക. പിന്നെ സബ് കൾച്ചേഴ്സ് ഉണ്ട്, മൾട്ടി കൾച്ചറലിസം ഉണ്ട്, കൾച്ചറൽ ഇന്റഗ്രേഷൻ ഉണ്ട്, കൾച്ചറൽ റിലേറ്റീവ്സും ഉണ്ട്, എത്നോസെൻട്രിസം ഉണ്ട്. പിന്നെ കൾച്ചറൽ ഇവല്യൂഷൻ സാംസ്കാരിക പരിണാമമുണ്ട്, അതും പഠിച്ചു വെക്കുക. പിന്നെ മെറ്റീരിയൽ വിഎസ് നോൺ മെറ്റീരിയൽ കൾച്ചർ, മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. ആദ്യം മെറ്റീരിയൽ കൾച്ചർ എന്താ നോക്കുക, നോൺ മെറ്റീരിയൽ കൾച്ചർ എന്താ നോക്കുക. പിന്നെ അവ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളോട് ചോദിക്കാം. പിന്നെ എന്താണ് കൾച്ചർ ലാഗ്, അതും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൾച്ചർ ലാഗ് വരും.
പിന്നെ കൾച്ചർ ഡിഫ്യൂഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എങ്ങനെയാണ് കൾച്ചർ ഡിഫ്യൂഷൻ സംഭവിക്കുന്നത് നിങ്ങളോട് ചോദിക്കാം. പിന്നെ സാംസ്കാരിക കൾച്ചർ ഡിഫ്യൂഷന്റെ ഉദാഹരണങ്ങൾ കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുക. അത്രയൊക്കെയാണ് ഈ പാഠത്തിൽ വരുന്നത്. പിന്നെ രണ്ടാമത്തെ യൂണിറ്റ് ആയിരുന്നു അല്ലെ, സോഷ്യലൈസേഷൻ ടൈപ്സ് ആൻഡ് ഏജൻസീസ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഏജൻസീസ്. അപ്പൊ സാമൂഹികവൽക്കരണം അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ ടൈപ്സ് ആൻഡ് ഏജൻസീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിൽ എന്താ പഠിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലൈസേഷൻ എന്താന്ന് പഠിക്കുക. പിന്നെ എന്തുകൊണ്ടാണ് സോഷ്യലൈസേഷൻ പ്രാധാന്യം എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, സോഷ്യലൈസേഷൻ പ്രാധാന്യം അറിയിക്കുന്നു എന്തുകൊണ്ട് നമ്മൾ പറയുന്നു എന്ന് പഠിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് സോഷ്യോളജിസ്റ്റിന്റെ കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്, അത് പഠിക്കുക. ബൊഗാർഡസ് പറഞ്ഞതും ഗ്രീൻ പറഞ്ഞതും പഠിക്കുക. പിന്നെ സോഷ്യലൈസേഷനെ നമ്മൾ കുറച്ച് തരാക്കി തിരിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ, സാമൂഹ്യവൽക്കരണത്തിന്റെ കുറച്ച് തരങ്ങൾ ഉണ്ടായിരുന്നു, അത് ഏതൊക്കെയെന്ന് പഠിക്കുക. ദെൻ സാമൂഹ്യവൽക്കരണത്തിന്റെ ഏജൻസികൾ ഏതൊക്കെയെന്ന് പഠിക്കുക. അത് ഒരുപാടുണ്ട് കേട്ടോ ഏജൻസീസ്, അത് മൊത്തം പഠിക്കണേ. അത് സമൂഹത്തിന്റെ ഏജൻസീസ് ഒരുപാടുണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ എന്താണ് തെറ്റായ സാമൂഹികവൽക്കരണം, അതിനുള്ള കാരണം എന്താണെന്ന് പഠിക്കുക. പിന്നെ അതിന്റെ കോൺസിക്വൻസ് എന്താണ്, തെറ്റായ സാമൂഹികവൽക്കരണം നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ കോൺസിക്വൻസ് എന്ന് നിങ്ങൾ പഠിക്കുക. പിന്നെ ഈ തെറ്റായുള്ള സാമൂഹികവൽക്കരണത്തിന് എന്താണ് ബ്രോക്കൺ ഫാമിലീസിന്റെ പങ്ക്, എങ്ങനെയാണ് തെറ്റായ, ഐ മീൻ തകർന്ന കുടുംബങ്ങളെ എങ്ങനെയാണ് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും കൂടി നിങ്ങൾ പഠിക്കണം അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് തകർന്ന കുടുംബം, അതായത് ബ്രോക്കൺ ഫാമിലീസ്, അല്ലെങ്കിൽ ഒറ്റ രക്ഷിതാവ് കുടുംബങ്ങൾ, അല്ലെങ്കിൽ വിവാഹമോചിതരായിട്ടുള്ള കുടുംബങ്ങൾ, ഇവയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബ്രോക്കൺ ഫാമിലീസ് എന്ന് വിളിക്കുക. ഇത് സാമൂഹികവൽക്കരണത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്, അത് എങ്ങനെയെന്നും കൂടി നിങ്ങൾ പഠിച്ചു വെക്കട്ടോ. ഇനി യൂണിറ്റ് 3 നോംസ്, ഫോക്വേസ്, മോസ് ആൻഡ് വാല്യൂസ് അല്ലെ. അതിൽ നോംസ് സാമൂഹിക മാനദണ്ഡങ്ങൾ എന്താണെന്ന് നിങ്ങൾ പഠിക്കുക. സോഷ്യൽ നോംസ് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മൾ പഠിപ്പിക്കുന്ന മാനദണ്ഡങ്ങളാണ് സോഷ്യൽ നോംസ് നമ്മൾ പറഞ്ഞിരുന്നു. അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് റൂമിൽ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, അത് പഠിക്കുക. പിന്നെ ജിമ്മിൽ പോകുമ്പോഴുള്ള, അതുപോലെ തന്നെ ഫോമിൽ വസ്ത്രം ധരിക്കുമ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, പഠിക്കുക. പിന്നെ സോഷ്യൽ നോംസിന്റെ മീനിങ് ഡെഫിനിഷൻസും എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, അതും കൂടി നിങ്ങൾ നോക്കുക. പിന്നെ മെയിൻ ക്യാരക്ടർ എന്താണ്, സോഷ്യൽ നോംസിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നിങ്ങൾ പഠിക്കുക. പിന്നെ സോഷ്യൽ നോംസിന്റെ പ്രാധാന്യം എന്താണെന്നും പഠിക്കുക. പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്നുണ്ട്, കുട്ടികളെ സംരക്ഷിക്കുന്നുണ്ട്, വിവാഹം കഴിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്, പിന്നെ നമ്മളെ പെരുമാറ്റത്തെ നയിക്കുന്നുണ്ട്, കാര്യങ്ങൾ എളുപ്പമാക്കുന്നുണ്ട്, സോഷ്യലി ഒരു ഒരുമ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ് സോഷ്യൽ നോംസിന്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റിയ പോയിന്റ്സ് ആണ് കേട്ടോ. പിന്നെ ഫോക്ക് വേസ് എന്താണെന്ന് പഠിക്കുക. പിന്നെ ഫോക്ക് വേസിനെ പറ്റിയിട്ട് ഇതുപോലെ ഒരുപാട് സോഷ്യോളജി ഡെഫിനിഷൻസ് തന്നിട്ടുണ്ട്, അത് പഠിക്കുക. ഫോക്ക് വേസിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക. പിന്നെ മോർസ് എന്താണെന്ന് പഠിക്കുക. ഫോക്ക് വേസ് പഠിച്ചു കഴിഞ്ഞാൽ മോർസ് നിങ്ങൾക്ക് കിട്ടും. മോർസിന്റെ തരങ്ങൾ ഉണ്ടായിരിക്കും, അത് പഠിക്കുക. മോർസ് തരങ്ങൾ ഉണ്ടായിരിക്കും, 2 തരം ആയിട്ടായിരുന്നു നമ്മൾ തിരിച്ചിരുന്നത്, പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവും. പിന്നെ മോസിന്റെ പ്രവർത്തനങ്ങൾ എന്താന്ന് പറയുന്നുണ്ട്, അത് മാക്ലവർ ആൻഡ് പേജ് ആണ് പറയുന്നത്. മാക്ലവർ ആൻഡ് പേജ് പറയുന്ന മോസിന്റെ ചില പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ വാല്യൂസ് എന്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ പിന്നെ വാല്യൂ പഠിക്കുന്നതിന്റെ കൂടെ വാല്യൂ കോൺഫ്ലിക്റ്റ് എന്താ, വാട്ട് ഡു മീൻ ബൈ വാല്യൂ ആൻഡ് വാല്യൂ കോൺഫ്ലിക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ഒരാളുടെ മൂല്യങ്ങൾ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വാല്യൂ കോൺഫ്ലിക്റ്റ്, അതായത് മൂല്യ സംഘർഷം ഉണ്ടാകുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതും കൂടി നിങ്ങൾ നോക്കുക. അവസാനത്തെ ബ്ലോക്കിലെ ബ്ലോക്ക് 6, അതിലെ ആദ്യത്തെ യൂണിറ്റ് ആണ് സോഷ്യൽ ചേഞ്ച് ഫാക്ടേഴ്സ് ആൻഡ് റെലവൻസ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് സോഷ്യൽ ചേഞ്ചിന്റെ അർത്ഥവും വ്യാഖ്യാനങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അത് പഠിക്കുക. പിന്നെ സാമൂഹിക മാറ്റത്തിന്റെ ഉദാഹരണങ്ങൾ പഠിക്കുക. പിന്നെ സാമൂഹിക മാറ്റത്തിനെ പറ്റിയിട്ട് കുറച്ച് വ്യാഖ്യാനങ്ങൾ ഡെഫിനിഷൻസ് തന്നിട്ടുണ്ട് അല്ലെ. മാക്ലവർ ആൻഡ് പേജ് പറഞ്ഞത്, കിങ്സ്ലി ഡേവിസ് പറഞ്ഞത്, എം ഇ ജോൺസ് പറഞ്ഞത്, എച്ച് ടി മസൂംദാർ പറഞ്ഞത്,
ഈ ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. പിന്നെ സോഷ്യൽ പ്രോഗ്രസ് എന്താണെന്ന് നോക്കുക. പിന്നെ സാമൂഹിക മാറ്റം മനസ്സിലാക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞിരുന്നു അല്ലെ. വാട്ട് ആർ ദ തിങ്സ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞിരുന്നു. അത് എന്തൊക്കെയാന്ന് നോക്കാം. പിന്നെ സമൂഹം മെച്ചപ്പെടുത്താൻ നമ്മൾ എങ്ങനെ തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാമൂഹിക പുരോഗതി എങ്ങനെയാണ് സംഭവിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്, അത് പഠിച്ചു വെക്കുക. പിന്നെ സാമൂഹിക പുരോഗതിയുടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് എഴുതി വെക്കുക. പിന്നെ സാമൂഹിക പുരോഗതി എങ്ങനെ അളക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അളക്കാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ചേഞ്ചസ് ഉണ്ട്. പിന്നെ സോഷ്യൽ പ്രോഗ്രസ് എന്താണെന്ന് എഴുതുക. പിന്നെ സോഷ്യൽ ചേഞ്ചിനുള്ള കാരണങ്ങൾ പഠിച്ചു വെക്കുക. സോഷ്യൽ ചേഞ്ചിനുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ സോഷ്യൽ പ്രോഗ്രസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സാമൂഹിക പുരോഗതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും കൂടി നിങ്ങൾ പഠിച്ചു വെക്കട്ടോ. പിന്നെ അതിൽ പറയാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. പിന്നെ സാമൂഹിക മാറ്റത്തിന്റെ പ്രാധാന്യം എന്തായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം. പിന്നെ സാമൂഹിക മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് എഴുതാം. പിന്നെ ചാൾസ് ഡാർവിൻ എന്താണ്, അല്ല ചാൾസ് ഡാർവിൻ അല്ല, സോറി, കുറച്ച് സിദ്ധാന്തങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട് അല്ലെ. സംഘടനാപരമായിട്ടുള്ള മാറ്റ സിദ്ധാന്തം, അതുപോലെ തന്നെ സാമൂഹിക സംഘർഷ സിദ്ധാന്തം എന്തൊക്കെയെന്നൊക്കെ പറയുന്നുണ്ട്. അതും കൂടി നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ സാമൂഹിക മാറ്റങ്ങളുടെ സ്വാധീനം പ്രകാരമായിരുന്നു, എങ്ങനെയാണ് അത് സമൂഹത്തെ സ്വാധീനിക്കുന്നത് നിങ്ങൾക്ക് എഴുതാം. എങ്ങനെയായിരുന്നു സാമൂഹിക മാറ്റങ്ങളുടെ സ്വാധീനം, എങ്ങനെയായിരുന്നു? ഒന്ന്, ലിംഗസമത്വം ഉണ്ടായിട്ടുണ്ട്, പ്രവൃത്തിയവകാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പിന്നെ LGBTQ സമൂഹം ഉണ്ടായിട്ടുണ്ട്, വംശീയ സമത്വം ഉണ്ടായിട്ടുണ്ട്, ബിസിനസ്സിനും സമൂഹത്തിനും നന്മ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി നിങ്ങൾ എഴുതണം. പിന്നെ സാമൂഹിക മാറ്റത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം കൂടി നിങ്ങൾ എഴുതി വെക്കട്ടോ. ഇനി യൂണിറ്റ് 2 കുറച്ച് തിയറീസ് ആണ് പറയുന്നത്. തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച്, എവല്യൂഷൻ, ഡിഫ്യൂഷൻ, ലീനിയർ ആൻഡ് സൈക്ലിക്. അപ്പൊ പരിണാമ സിദ്ധാന്തം, എവല്യൂഷൻ തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിണാമം എന്താന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൽ ചാൾസ് ഡാർവിന്റെ ഇതും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തി എഴുതട്ടോ. പിന്നെ കുറച്ച് സോഷ്യൽ തിങ്കേഴ്സിനെ പറ്റിയിട്ടും എവല്യൂഷണറി തിയറീസിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്, അത് എഴുതി വെക്കുക. പിന്നെ കൊളോണിയലിസം ആൻഡ് സോഷ്യൽ സ്റ്റഡീസ് പറയുന്നുണ്ട്, യൂണിലീനിയർ എവല്യൂഷണറി തിയറി പറയുന്നുണ്ട്, അത് ഓഗസ്റ്റെ കോംറ്റെ ആണ് നമുക്ക് ഇത് പറഞ്ഞു തന്നത്. പിന്നെ ഹെർബർട്ട് സ്പെൻസറും സോഷ്യൽ ഡാർവിനിസും എന്താന്ന് പറയുന്നുണ്ട്. പിന്നെ എമിലി ദുർക്കെമും അതുപോലെ തന്നെ സോഷ്യൽ എവല്യൂഷനും, ആ ഒരു ഭാഗം കൂടി നിങ്ങൾ നോക്കുക. പിന്നെ മൾട്ടി ലീനിയർ എവല്യൂഷണറി തിയറി പഠിക്കുക. പിന്നെ സോഷ്യൽ ചേഞ്ചിന്റെ ഇനി കുറച്ച് തിയറീസ് പറയുന്നുണ്ട്. അതിലൊന്നായത് ഡിഫ്യൂഷനിസ്റ്റ് തിയറി, അതായത് പ്രസരണ സിദ്ധാന്തം എന്താണെന്ന് പഠിക്കുക. പിന്നെ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്താണെന്ന് പഠിക്കുക. പിന്നെ മോഡേൺ വേൾഡിലെ ഡിഫ്യൂഷനിസ്റ്റ് തിയറി എങ്ങനെയായിരുന്നു എന്ന് പഠിക്കുക. പിന്നെ കൾച്ചറൽ ഡിഫ്യൂഷൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ഉൾപ്പെടുത്താം. പിന്നെ നമുക്ക് അതിൽ പഠിക്കാനുള്ള ഒരു തിയറി ആയിരുന്നു എന്ത്, രേഖീയ സിദ്ധാന്തം അഥവാ ലീനിയർ തിയറി, അതെന്താന്ന് പഠിക്കാം. അതിന്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് പഠിക്കാം. പിന്നെ സോഷ്യൽ ചേഞ്ചിന്റെ സ്റ്റേജസ് കുറച്ച് പറയുന്നുണ്ട് അല്ലെ. അത് ഏതെല്ലാം സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ? സാവേജറി, ബർബറിസം, ദെൻ സിവിലൈസേഷൻ. ഈ 3 സ്റ്റേജിലൂടെ ആയിരുന്നു പോയത്, അത് പഠിക്കാം. പിന്നെ സമൂഹത്തിന്റെ വികാസം 3 ഘട്ടങ്ങളിലൂടെയാണെന്ന് ഓഗസ്റ്റെ കോംറ്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓഗസ്റ്റെ കോംറ്റെ അഭിപ്രായത്തിന് ഞാൻ നേരത്തെ പറഞ്ഞത് സമൂഹങ്ങൾ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, സാവേജറി, ബർബാരിസം ആൻഡ് സിവിലൈസേഷൻ. അത് LH മോർഗൻ എന്ന സോഷ്യോളജിസ്റ്റിന്റെ അഭിപ്രായത്തിലാണ്. അതാണ് LH മോർഗൻ എന്ന സോഷ്യോളജിസ്റ്റിന്റെ അഭിപ്രായത്തിലാണ്. പിന്നെ ഓഗസ്റ്റെ കോംറ്റെ അഭിപ്രായത്തിൽ 3 ഘട്ടങ്ങളിലൂടെ പോകുന്ന പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ? തിയോളജിക്കൽ സ്റ്റേജ്, മെറ്റാഫിസിക്കൽ സ്റ്റേജ്, ദെൻ സയന്റിഫിക് ഓർ പോസിറ്റീവ് സ്റ്റേജ്. അപ്പം ഓഗസ്റ്റെ കോംറ്റെ LH മോർഗന്റെയും സമൂഹങ്ങൾ കടന്നു പോകുന്ന 3 ഘട്ടങ്ങൾ ഏതൊക്കെയെന്ന് കമ്പാരിസൺ നിങ്ങളോട് ചോദിക്കാം. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ യൂണിലീനിയർ, മൾട്ടി ലീനിയർ തിയറീസ് പഠിച്ചു വെക്കുക. പിന്നെ ചക്രവാള, അതായത് സൈക്ലിക്കൽ തിയറീസ് എങ്ങനെയെന്ന് പഠിക്കാം. പിന്നെ ഹൗ ഡു വി ഒബ്സർവ് നേച്ചർ എന്ന് പഠിക്കാം. സൈക്കോളജിക്കൽ തിയറി എന്താണെന്ന് പഠിക്കാം. പിന്നെ പ്രൊമിനന്റ് സൈക്കോളജിക്കൽ തിയറിസ്റ്റ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സൈക്ലിക്കൽ തിയറിസ്റ്റ് സിദ്ധാന്തകന്മാർ? ആരൊക്കെയായിരുന്നു? ഒസ്വാൾഡ് സ്പെങ്ലർ ഉണ്ടായിരുന്നു, അർണോൾഡ് ജെ ടോയിൻബി ഉണ്ടായിരുന്നു, വിൽഫ്രെഡോ പാരറ്റോ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ സൈക്ലിക്കൽ തിയറീസിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് പ്രധാന സിദ്ധാന്തങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ, അതും കൂടി നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ സൈക്ലിക്കൽ തിയറീസിന്റെ സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടൻസ് എന്താണെന്ന് പഠിക്കുക. അതൊക്കെയായിരുന്നു ആ പാഠത്തിൽ വരുന്നത്.
ഇനി നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിലെ സോഷ്യൽ മൊബിലിറ്റി അല്ലെ, അതിന്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ ഫോംസും ആണ്. എന്താണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പഠിക്കുക. സോഷ്യൽ മൊബിലിറ്റി മലയാളത്തിൽ സാമൂഹിക ചലനശീലത എന്നൊക്കെ വിളിക്കും. അതായത് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയോ ഗ്രൂപ്പോ തന്റെ മുമ്പത്തെ സ്ഥാനം അല്ലെങ്കിൽ സ്ഥലം, തൊഴിൽ വിട്ട് പുതിയ സ്ഥാനങ്ങൾ, സ്ഥലങ്ങൾ അല്ലെങ്കിൽ തൊഴിലുകൾ സ്വീകരിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയും. ഇനി സോഷ്യൽ മൊബിലിറ്റിനെ പറ്റിയിട്ട് കുറച്ച് സോഷ്യോളജിസ്റ്റുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് കുറച്ച് നിർവചനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പി.എസ്. ഒറോക്കിയും പറഞ്ഞിട്ടുണ്ട്, ഡബ്ല്യു.പി. സ്കോട്ട് പറഞ്ഞിട്ടുണ്ട്, ഹോർട്ടൺ ആൻഡ് ഹണ്ട് പറഞ്ഞിട്ടുണ്ട്, ഫെയർചൈൽഡ് പറഞ്ഞിട്ടുണ്ട്, വാലസ് ആൻഡ് വാലസ് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി വെക്കുക. പിന്നെ സോഷ്യൽ മൊബിലിറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക, അതിന്റെ ഉദാഹരണങ്ങൾ പഠിക്കുക. സോഷ്യൽ മൊബിലിറ്റി ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ മൊബിലിറ്റി ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണെന്ന് പഠിക്കുക. പിന്നെ ഓക്കെ, സോഷ്യൽ മൊബിലിറ്റി പറഞ്ഞു. പിന്നെ സോഷ്യൽ മൊബിലിറ്റി വീണ്ടും എന്താണ് കുറച്ച് തരാക്കി തിരിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊന്നായിരുന്നു വെർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി, അതെന്താന്ന് പഠിക്കുക. പിന്നെ ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി ഉണ്ട്, അതും പഠിക്കുക. പിന്നെ ഓക്കെ, അതൊക്കെയാണ് അതിന് പഠിക്കാനുള്ളത്. പിന്നെ സോഷ്യൽ മൊബിലിറ്റിന്റെ പിന്നെ കുറച്ച് ഫോംസ് പറയുന്നുണ്ട്, വിവിധ രൂപങ്ങൾ പറയുന്നുണ്ട്. സോഷ്യൽ മൊബിലിറ്റി കുറച്ച് ഫോംസ് ഈ പാഠത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? അപ്വേർഡ് മൊബിലിറ്റി ഉണ്ട്, പിന്നെ ഡൗൺവേർഡ് മൊബിലിറ്റി ഉണ്ട്, പിന്നെ ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി ഉണ്ട്, ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി ഉണ്ട്, സ്ട്രക്ചറൽ മൊബിലിറ്റി ഉണ്ട്. സോ ആ 5 മൊബിലിറ്റീസും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അതിന്റെ ഉദാഹരണങ്ങളും ഞാൻ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതും കൂടി നിങ്ങൾ പഠിക്കുക. ഓക്കെ, അത്രയൊക്കെയാണ് ഈ പാഠത്തിൽ വരുന്നത്. പിന്നെ നമുക്ക് അതിൽ വരാനുള്ളത് ഉം, നമ്മളെ സോഷ്യൽ മൊബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കി വെക്കാം. എന്തൊക്കെയായിരുന്നു സോഷ്യൽ മൊബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? പേഴ്സണൽ ഫാക്ടേഴ്സ് ഉണ്ട്, വ്യക്തിപരമായിട്ടുള്ള ഘടകങ്ങളുണ്ട്, മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻസ് ഉണ്ട്, അച്ചീവ്മെന്റ്സ് ആൻഡ് ഫെയിലിയേഴ്സ് ഉണ്ട്. അപ്പൊ അതും കൂടി പഠിക്കാം. പിന്നെ ഉം, പിന്നെ നമുക്ക് സോഷ്യൽ മൊബിലിറ്റിയുടെ അനന്തര ഫലങ്ങൾ, കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുക. അതിന് പോസിറ്റീവ് കോൺസിക്വൻസസ് ഉണ്ട്, നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ട്. അത് രണ്ടും തരംതിരിച്ച് നിങ്ങളോട് ചോദിക്കാം കേട്ടോ. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി എന്ന് കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് എഴുതാം, നെഗറ്റീവ് എഴുതാം കേട്ടോ. പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ച് ഉദാഹരണം പറഞ്ഞല്ലേ, കേരളത്തിൽ ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ എക്സാമ്പിൾ ഫ്രം കേരള എന്ന് പറഞ്ഞ തന്നെ എടുത്ത് എഴുതിയിരുന്നു. അതും കൂടി നിങ്ങൾ നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് ഈ ഒരു സെമസ്റ്ററിൽ നമ്മൾ പറയുന്നത്. അപ്പം ഇത് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞതാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാരും കവർ ചെയ്ത് പോയിട്ടുണ്ടോന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ചോദിക്കാം. ഓക്കെ, ബൈ.